ബാല, കഴിഞ്ഞ ലോഡിന്റെ മുഴുവൻ പൈസയും കൊടുത്തേക്കല്ലേ. പകുതിയും ചീഞ്ഞ പച്ചക്കറിയായിരുന്നു. പകുതി കാശ് കൊടുത്താൽ മതി. അയാളൊരു പ്രാരാബ്ധക്കാരനാ രാമേട്ട. കഴിഞ്ഞ ലോഡിന്റെ മുഴുവൻ പൈസയും കൊടുത്തേക്കാം. ഇനി അങ്ങനെ സംഭവിക്കില്ലെന്ന് അയാൾ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. എന്റെ ബാല, നീ ഇങ്ങനെ മനുഷ്യരെ കണ്ണടച്ച് വിശ്വസിക്കരുതേ. നമ്മളെ വിശ്വസിക്കുന്ന പോലെ നമ്മൾ മറ്റുള്ളവരെയും വിശ്വസിക്കണം രാമേട്ട. അങ്ങനെയൊന്ന് ശീലിച്ച ഒരാളും നമ്മളെ ചതിക്കില്ല. പോ. ഓരോ കച്ചവടക്കാരി എന്തെല്ലാം ചെയ്താ ലാഭം ഉണ്ടാക്കുന്നേ. ഇവിടെ ഒരുത്തനാണെങ്കിലോ അരിയിലൊരു പ്രാണി വീണ ചാക്കോടുകൂടി അതെടുത്ത് കളയും. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ആ ലോഡിന്റെ പകുതി പൈസ പോലും കൊടുക്കേണ്ട കാര്യമില്ല. എന്നാലും അവൻ ആ പൈസ കൊടുക്കും. രാമേട്ടാ, ഈ ഹരിചന്ദ്രന്റെ 2026 വേർഷനാ അതാ പോയത്. അതിനെ ഒന്നും നന്നാക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. എന്തിനാ നന്നാക്കുന്നേ? അവൻ ചെയ്യുന്നതാ ശരി. ഇത്രയും സൂപ്പർ മാർക്കറ്റുകളുടെ വന്നിട്ടും ഈ ഗോമതി സ്റ്റോറിൽ കച്ചവടം കുറയാത്തത് നാട്ടുകാർക്ക് ബാലനിലുള്ള വിശ്വാസം കൊണ്ടാ. മനസ്സിലായോ? ഗോമതി സ്റ്റോർ ബാലനുള്ളപ്പോ അങ്ങേരുടെ തള്ളു കേൾക്കണം. അങ്ങേരങ്ങോട്ട് പോയി കഴിഞ്ഞാ അങ്ങേർക്ക് വേണ്ടി നിങ്ങൾ തള്ളി മുറിക്കൂല്ലേ? ഇതായിരുത് രാമേട്ടോ, പതിവില്ലാത്ത ആൾക്കാരൊക്കെ ഇവിടെ വന്നു തുടങ്ങിയല്ലോ. എന്ത് പറ്റി ഇങ്ങോട്ടൊക്കെ വരാൻ? എടാ, ഒന്നുമില്ല. ഇവിടെ അടുത്തൊരു ഓർഡർ ഉണ്ടായിരുന്നു. ഓണർ ആണെങ്കിൽ അല്പം വൈകും. പിന്നെ ഇവിടുന്ന് കേറിട്ട് വന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. സാധനം എടുത്തോളൂ. ചേച്ചി എന്താ വേണ്ടേ? എടാ ഇതാ വരുന്നു. ആ രമേട്ടാ, എന്നാലും ആ 25,000 രൂപ എവിടെ പോയി? രാമേട്ടന് അതേക്കുറിച്ച് വല്ല പിടുത്തമുണ്ടോ? എനിക്കറിയത്തില്ല. ധർമ്മൻ എന്തായാലും അത് ചെയ്യില്ല. രാമേട്ടന് ഇനിയിപ്പോ ആരെങ്കിലും സംശയമുണ്ടോ? ആരെ സംശയിക്കാനാ? അല്ല, എന്താണ് ചെറിയൊരു ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടക്കുന്നുണ്ടല്ലോ? ഏയ്, ഒരു ഇൻവെസ്റ്റിഗേഷനും ഇല്ല. ഞാൻ വെറുതെ ചോദിച്ചത്. രാമേട്ടാ, ഒന്ന് നോക്കിയോണേ. എന്താടാ ഇത്? ഞാൻ അങ്ങോട്ട് ചോദിക്കണ്ടല്ലേ? അല്ല, ഏട്ടൻ പതിവില്ലാതെ കടയിലോട്ട് വരുന്നു. ആ 25,000 രൂപയുടെ കാര്യം രാമേട്ടനോട് അന്വേഷിക്കുന്നു. ആരെങ്കിലും സംശയമുണ്ടോ എന്നും ചോദിക്കുന്നു. അതെ, ഇതിന്റെ അർത്ഥം എന്താ? എടാ, മാമൻ ഒരിക്കലും മോഷ്ടിക്കത്തില്ല. പിന്നെ ആ പണം എങ്ങോട്ട് പോയി അത് നമുക്ക് അറിയണ്ടേ? ഏട്ടാ, സത്യം പറ, മിസ്റ്റർ ബാലന് എന്നെ ഡൗട്ടുണ്ടോ? എടാ, അച്ഛന് നിന്നെ സംശയമൊന്നുമില്ല. എനിക്കത്ര വിശ്വാസം ഇല്ല. ഏട്ടാ, എന്റെ ഊഹം കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ അച്ഛനാകെ ഒരാളെ ഡൗട്ടുള്ളൂ. അതെന്നെയാ. നീ ചുമ്മാ ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ല. എനിക്കെന്തായാലും എന്റെ മീനാക്ഷി സ്റ്റോർ തുടങ്ങണം. പക്ഷെ അതിന് ഗോമതി സ്റ്റോറിൽ നിന്ന് 25,000 രൂപ മോഷ്ടിച്ചോണ്ട് പോവേണ്ട ആവശ്യമൊന്നേ എനിക്കില്ല. നല്ല അന്തസ്സായിട്ട് പലിശക്കെടുക്കും. നീ പോടാ അവിടുന്ന്. കാശ് എവിടെ കൊടുത്താൽ മതി? ആകാശേ, 350 രൂപ. ആകാശേ, ഒന്ന് ചെയ്യാതെ ഈ പെട്ടി ഒന്ന് പിടിച്ചു തന്നു. തട്ടാ നോക്കണേ.
ഭാനു അല്ലെങ്കിൽ ദേവി, ഈ രണ്ടുപേരിൽ ആരോ ഒരാളാ ആ പണം മോഷ്ടിച്ചത്. അതാരാണെങ്കിലും ഇനി ആ കള്ളൻ കുടുങ്ങും. ഈ ഫോട്ടോയിലെ രണ്ടുപേര് ഇപ്പൊ ദേവമംഗലത്തില്ല. ഞാൻ ആദ്യം ഇറങ്ങി, ഇപ്പൊ ധർമ്മമാമനും. ഞാനില്ലാത്തത് അവര് പിന്നെ സഹിച്ചിരിക്കും. പക്ഷെ ധർമ്മമാമൻ വന്നത് അവർക്ക് താങ്ങാൻ പറ്റില്ല. അവിടെ പോയി എല്ലാരും ഒന്ന് ആശ്വസിപ്പിക്കാൻ തോന്നുക. ഓഫീസിൽ പോയില്ലേ? ഇന്ന് പോകുന്നില്ല. അതെന്താ? ഒരു കാര്യമുണ്ട്. അല്ല, നിനക്കിന്ന് കോളേജിൽ പോണ്ടേ? അപ്പച്ചിയാകെ വിഷമിച്ചിരിക്കുക, അതുകൊണ്ട് ഞാനിന്ന് പോകുന്നില്ല എന്ന് വെച്ചു. എന്താ ആര്യ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീന ചേച്ചി, എന്താ കാര്യം? എന്താ ആര്യ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മീന ചേച്ചി, എന്താ കാര്യം? അവന്റെ കാര്യത്തിൽ ഇന്നത്തോടെ ഞാനൊരു തീരുമാനം ഉണ്ടാക്കും. ആര്യ, ഇത് ആരുടെ കാര്യം പറയുന്നേ? ആ നാറിയില്ലേ അലോക്, അവന്റെ കാര്യം തന്നെയാ. ആര്യ, കാര്യം എന്താ? അവൻ എന്താ ചെയ്തേ? അച്യുതാ, എന്താ ഏട്ടാ? ഏട്ടനെന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ. ഉണ്ട്, പറയാം. ഞാന് നിന്നോടൊരു കാര്യം സംസാരിക്കാനിരിക്കുകയായിരുന്നു. എന്താ കാര്യം? അത് നീ അത് എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. ഏട്ടൻ കാര്യം പറ. നമ്മുടെ ആര്യന്റെയും മിത്രയുടെയും കാര്യമാ. അവിടെ നിൽക്കടാ. എന്താടാ? ആ പെണ്ണെവിടാ? ഏത് പെണ്ണ്? പെണ്ണോ? നീ എന്റെ മുമ്പിൽ നാടകം കളിക്കരുത്. നീ ആ പെണ്ണിന്റെ കൂടെ എങ്ങോട്ടാണ് പോയത്? എടാ, എനിക്ക് ഇഷ്ടമുള്ളിടത്ത് കൊണ്ടുപോകും, എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇറക്കും. അതിന് നിനക്കെന്താ? നിക്കടാ ചെറ്റ്. ആര്യന്റെ സൗണ്ട് അല്ലേ അത്? ആര്യൻ ചേട്ടന്റെ സൗണ്ട് അല്ലേ? ഞാൻ ഏത് പെണ്ണിനെ എന്റെ ബൈക്കിന്റെ പിന്നിൽ കയറ്റിക്കൊണ്ട് പോയാലും നിനക്കെന്താടാ? എന്നാലേ നീ ഒരു കാര്യം കേട്ടോ, ഒരു പെണ്ണെന്നല്ല, ഇനി ഒരുപാട് പെണ്ണുങ്ങൾ എന്റെ ബൈക്കിന്റെ പിന്നിൽ കയറും.
നീ എന്ത് ചെയ്യോടാ? എടാ എന്റെ പെങ്ങളെ കല്യാണം കഴിച്ചിട്ടേ നീ കണ്ട പെണ്ണുങ്ങളെയും കൊണ്ട് ഊരു ചുറ്റി നടക്കുന്നതേ ഞാൻ മിണ്ടാതെ നോക്കി നിൽക്കും. നീ കരുതോടാ. എന്താ ഒരു ബഹളം? എന്താ? ആ അറിയില്ല. കൊല്ലൂടാ ചേർന്ന് ഇങ്ങനെ കൊന്നിട്ട് ഞാൻ നടന്നു. നിന്നെ പിടിക്കണം. കൊല്ലും. നീ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ, പക്ഷെ എന്റെ പെങ്ങളുടെ ജീവിതം ചവിട്ടി മരിച്ചിട്ട് നിന്റെ സ്വാതന്ത്ര്യം കാണിക്കാൻ വന്നോ അത് ഞാൻ നോക്കി നിൽക്കില്ല. രണ്ടുപേരും മാറി നിൽക്ക്. നിന്നോട് മാറി നിൽക്കാനല്ലേ പറഞ്ഞത്? നീ എന്താടാ കരുത്? എന്റെ പെങ്ങളെ കല്യാണം കഴിച്ചിട്ട് കണ്ട പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കുമ്പോ അത് ചോദിക്കാൻ ആരും ഉണ്ടാവില്ലെന്നോ? അവളുടെ ഏട്ടനായ ഞാനിവിടെ ഉണ്ടാ. എന്നാ നീ കേട്ടോ, ഞാൻ എന്റെ ജീവിതം എന്റെ ഇഷ്ടത്തിന് ജീവിക്കും. ഇടോ ഇന്ന് ഒരു പെണ്ണിനെ കണ്ടു, നാളെ മറ്റൊരുത്തിയെ കാണും. അതിന്റെ കണക്ക് പുസ്തകം നിന്റെ മുന്നിൽ തുറക്കാൻ ഞാൻ വന്നിട്ടില്ലടാ. ഇടോ മറിക്കും. എന്റെ മോന്റെ ദേഹത്ത് ഒരിക്കൽ കൂടി കൈവച്ച നീ വിവരം അറിയും. ഇവിടെ ആരും വെറുതെ നിങ്ങളുടെ മോന്റെ ദേഹത്ത് കൈവച്ചിട്ടില്ല. അവൻ എന്താ ചെയ്തെന്ന് ആദ്യം ചോദിക്കേ. എന്താടാ കാര്യം? ഇവൻ നിന്നെ തല്ലിയത് എന്തിനാന്ന്? എന്താടാ ഇപ്പൊ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? ഇവരോട് നീ പറഞ്ഞതൊക്കെ നിന്റെ അച്ഛന്റെ മുഖത്ത് നോക്കി പറയടാ. ഗോമതി, എന്താ ഇവിടെ നടക്കുന്നേ? എന്തിനാ ഇവര് തമ്മിൽ തല്ലുകൂടുന്നേ? അമ്മേ, അവനോട് തന്നെ ചോദിക്കേ, അവൻ പറയും. അലോകെ, എന്താടാ കാര്യം? അവൻ മിണ്ടില്ല മുത്തശ്ശി. ചെയ്തത് വൃത്തികേടാണെന്ന് അവനറിയാം. എടാ നീ താലി കെട്ടി എന്റെ അനിയത്തിയോട് ഒരു തുള്ളി ആത്മാർത്ഥത നിനക്ക് ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെ ചെയ്യുമായിരുന്നോടാ. ആരും നീ പറഞ്ഞതിന്റെ അർത്ഥം തോടാ? ധർമ്മ, നീ എന്തിനാ അവന്റെ ഭാഗം പറയുന്നേ? ഇവൻ എന്തെങ്കിലും തെറ്റിയതെങ്കിൽ ഇവനെ തല്ലാൻ അവനാരാ? അച്ചോട്ടാ, ആദ്യം ഇവൻ എന്താ ചെയ്തതെന്ന് ചോദിക്ക്. തെറ്റ് ആരുടെ ഭാഗത്താണെന്ന് അറിയാതെ ആരെന്നെ കുറ്റപ്പെടുത്തണ്ട. മാമ, അവൻ ചെയ്ത കാര്യം അച്ഛന്റെ അമ്മയുടെ മുൻപിൽ വെച്ച് പറയാനേ അവന് ധൈര്യം ഉണ്ടാവില്ല. കാരണം അത് പറയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അച്ഛന്റെ അമ്മയുടെ മുന്നിൽ പറയാൻ പറ്റാത്ത എന്ത് കാര്യം നീ ചെയ്തേ? പറയടാ, നീ എന്താ ചെയ്തേ? എടാ, നിന്നോടാ ചോദിക്കുന്നത്. നീ എന്താ ചെയ്തേ? അവൻ പറയില്ല. അവൻ ചെയ്തെന്താന്നേ ഞാൻ പറയാം. എന്റെ പെങ്ങളെ താലി കെട്ടി ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അവൻ കണ്ട പെണ്ണുങ്ങളുടെ കൂടെ ഊരു ചുറ്റായിരുന്നു. അത് ഞാൻ കണ്ടു. അത് കണ്ടിട്ടാ ഞാൻ ഇവനെ തല്ലിയത്.
കേട്ടല്ലോ, നിന്റെ ഭർത്താവിന്റെ സ്വഭാവ ഗുണം കേട്ടല്ലോ. നിനക്ക് കല്യാണം കഴിക്കാൻ ദാ ഇവനല്ലാതെ വേറെ ആരും കിട്ടിയില്ലേ? നല്ലൊരുത്തരെ വീട്ടുകാരാലോചിച്ചപ്പോ നിനക്ക് അവനെ വേണ്ട. ഇപ്പൊ കണ്ടില്ലേ നിന്റെ ജീവിതം എവിടെ എത്തി നിൽക്കുന്നു? എടാ അലോകെ, നീ സ്നേഹിച്ച പെണ്ണ അനുശ്രീ. അവളെ നീ താലി കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഒരു എതിർപ്പും പറയാതെ ഞങ്ങൾ അവളെ സ്വീകരിച്ചു. എന്നിട്ട് നീ എന്താടാ ഈ കാണിച്ചത്? എടാ, ഈ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഞങ്ങൾ എന്തിനാ മുത്തശ്ശി കള്ളം പറയുന്നത്? എന്റെ കൂടെ ഏടത്തി ഉണ്ടായിരുന്നു. മുത്തശ്ശിക്ക് സംശയം ഉണ്ടെങ്കിൽ ഏടത്തിയോട് ചോദിച്ചാൽ മതി. എന്താടാ, ഇപ്പോഴും ചെയ്ത തെറ്റ് സമ്മതിക്കാൻ തയ്യാറല്ല അല്ലേ? തെറ്റ്? എന്ത് തെറ്റ്? ആരുടെ കൂടെ നടക്കണം, ആരെ ബൈക്ക് കയറ്റണം, എവിടെ ഇറക്കണം, അതൊക്കെ ഞാൻ തീരുമാനിക്കും. അതെ, ദേവമംഗലത്തുനിന്ന് അനുമതിയൊന്നും എനിക്ക് വേണ്ട. വേണ്ട. പിന്നെ ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? നിങ്ങളുടെ മോളെ ഇങ്ങോട്ട് കെട്ടിച്ചയച്ചതേ 10 ലക്ഷം രൂപ സ്ത്രീധനവും പുതിയൊരു കാറും 75 പവൻ സ്വർണവും തന്നിട്ടല്ലോ. അതൊക്കെ തന്നിട്ട് പെൺവീട്ടുകാരുടെ അധികാരം കാണിക്കാൻ വാ. നല്ല ഒന്നാം തരം ഒരു ചെറുക്കനെ ഞങ്ങളുടെ അനിയത്തിക്ക് വേണ്ടി ഞങ്ങൾ കണ്ടുപിടിച്ചാടാ. 10 ലക്ഷം രൂപ സ്ത്രീധനവും ഒരു പുതിയ കാറും 75 പവൻ സ്വർണവും എന്റെ അച്ഛൻ കൊടുക്കാൻ സമ്മതിച്ചാടാ. കൊള്ളാവുന്ന ഒരുത്തൻ ഈ പറഞ്ഞതെല്ലാം കൊടുത്ത് എന്റെ പെങ്ങളെ കെട്ടിച്ചയക്കുന്നതില് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. പക്ഷെ നിന്നെ പോലൊരു പരനാറിക്ക് ഇത്രയൊക്കെ തരുന്നത് എന്തിനാടാ? എന്റെ മോളെ പറഞ്ഞു പറ്റിച്ച് നല്ലൊരു കല്യാണത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് അവളുടെ ഭാവി പോലും തുലച്ചിട്ട് നീ അവളോട് പോലും വിശ്വസ്തത കാണിക്കുന്നില്ലല്ലോടാ. അയ്യോ, നിങ്ങളുടെ മോളുടെ വിശ്വസ്തനായ ഭർത്താവായി ജീവിക്കാനായി എനിക്ക് താല്പര്യമേ ഇല്ല. ഇന്നെന്നെ ഒരു പെണ്ണിന്റെ കൂടെ അല്ലേ കണ്ടുള്ളൂ. ഇനി ഞാൻ പല പെണ്ണുകളുടെ കൂടെയും പോവും. ഇനി നിന്നെ വേറെ ഏതെങ്കിലും പെണ്ണിന്റെ കൂടെ കണ്ട അന്ന് നിന്റെ അന്ത്യോ. നീ എന്നെ ഒരു പുല്ലും ചെയ്യലടാ. എന്നാ പോടാ. പിന്നെ ഇവിടെ നടക്കാൻ പോകുന്നത് വേറെ ആയിരിക്കും, പറഞ്ഞേക്കാം. ഇത്രയും നേരം നിന്റെ ഭർത്താവിനെ നിന്റെ ഈ ഏട്ടൻ എടുത്തിട്ട് പെരുമാറിയപ്പോ നിനക്കൊരു സങ്കടവും വന്നില്ല. തിരിച്ചെന്റെ മോൻ അവന്റെ നേരെ കൈ ഉയർത്തിയപ്പോ നിനക്ക് വേദനിച്ചു അല്ലേ? ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം. നിന്നെ പോലൊരുത്തന് താലി കെട്ട നിന്നു കൊടുത്തതിന്റെ പേരിലെ എന്റെ പെങ്ങളെ ഓർത്ത് എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ ഇവളോട് എനിക്ക് വെറുപ്പില്ല. ഞങ്ങൾക്ക് ആർക്കും, ഞങ്ങൾക്ക് അനുശ്രീയോടുള്ള സ്നേഹത്തിന് ഒരു കുറവും വന്നിട്ടില്ല. ഇനി നീ ഇവളെ ദ്രോഹിക്കാൻ തുനിഞ്ഞ പൊന്നു മോനെ നിന്നെ ഞാൻ വെച്ചേക്കില്ല. ഓ, അങ്ങനെയാണോ? ദേവമംഗലത്തുകാർ ഇവളെ തള്ളിപ്പറയുമെന്നാ ഞാൻ കരുതിയത്. അപ്പൊ അങ്ങനെ അല്ല അല്ലേ? ശരി, എന്നാ നീ കേട്ടോ. ഇനി ഇവളെ ഞാൻ സന്തോഷത്തോടെ ജീവിക്കാൻ വിടില്ല. എനിക്ക് എന്തൊക്കെ രീതിയിൽ ഇവളെ ദ്രോഹിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഞാൻ ദ്രോഹിക്കും. അത് ഇവളോടുള്ള ദേഷ്യം കൊണ്ടല്ല, നിന്നെയൊക്കെ വിഷമിപ്പിക്കാൻ വേണ്ടി തന്നെയാ. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ? പറടാ, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. അലോകെ, നീ ചെയ്തത് തെറ്റാ. ഒരു ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റാത്ത തെറ്റ്. വല്യമ്മേ, ഇതൊരു തുടക്കമാ. ഇതേ തെറ്റ് ഞാൻ ഇനിയും ആവർത്തിക്കും. അലോകെ, ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ പറയാൻ നിനക്ക് നാണം തോന്നില്ലടാ. എടാ,
തോന്നിയതുപോലെ ജീവിക്കാനായിരുന്നെങ്കിലേ നീ എന്തിനാടാ പ്രേമോന്നും പറഞ്ഞ് എന്റെ പെങ്ങളുടെ പിന്നാലെ നടന്ന് അവളുടെ ജീവിതം തുലച്ചത്? എനിക്ക് പ്രേമോ? അതും ഇവളോട്? എനിക്ക് ഇവളോട് പ്രേമവും ഇല്ല, ഒരു മണ്ണാങ്കട്ടയില്ല. ഈ നശിച്ചവളെ എന്റെ തല തൂങ്ങിയതാ. എന്റെ റേഞ്ചിനെ എന്റെ ഭാര്യയാവേണ്ടത് ഇവളെ പോലെ ഒരുത്തിയല്ല. എന്റെ കഷ്ടകാലം ഞാൻ ഇവളുടെ കൈ വന്ന് പെട്ടു. എടാ, എന്താടാ നിന്റെ റേഞ്ച്? അനുശ്രയെ പോലൊരു പെണ്ണിനെ സ്വപ്നം കാണാനുള്ള യോഗ്യത പോലും നിനക്കില്ല. എന്നിട്ട് നീ നിന്ന് പ്രസംഗിക്കുന്നോ? ഇവൾ ഒരുത്തി കാരണമാ എന്റെ ഭാവി തൊലഞ്ഞത്. നിങ്ങൾ എല്ലാവരും കേട്ടോ, എന്റെ കൂടെ ഇവള് സമാധാനമായിട്ട് ജീവിക്കത്തില്ല. ജീവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എങ്ങനെയൊക്കെ ഇവളെ ടോർച്ചർ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഞാൻ ടോർച്ചർ ചെയ്യും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ഞാൻ കാണിച്ചു തരാടാ. വേണ്ട ആരും ചേട്ടാ, വേണ്ട. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇപ്പോഴെങ്കിലും നിനക്ക് ഭർത്താവിനോട് സ്നേഹം വന്നല്ലോ. ഏട്ടൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഇവനെ കൊല്ലാൻ പോകുന്നു. കൊന്നിട്ട് ഏട്ടൻ ജയിലിൽ പോവോ? ഏട്ടാ, ഇവനെ എന്തെങ്കിലും ചെയ്തിട്ട് ഏട്ടൻ എന്തിനാ സ്വന്തം ജീവിതം കളയുന്നത്? ഇവൻ ആരുടെ കൂടെ വേണമെങ്കിലും പോട്ടെ, ഏത് പെണ്ണിന്റെ കൂടെ വേണമെങ്കിലും ചുറ്റി നടക്കട്ടെ. അതിലൊന്നും എനിക്ക് ഒരു പ്രശ്നമില്ല. ഇവൻ എന്റെ ഭർത്താവുമല്ല, ഒരു തേങ്ങയുമല്ല. ഒരു പെണ്ണിന്റെ കഴുത്തിൽ അവളുടെ സമ്മതത്തോടെ ഒരു പുരുഷൻ താലി കെട്ടുമ്പോഴാ അവൻ അവളുടെ ഭർത്താവുന്നത്. ഞങ്ങളുടെ കല്യാണം നടന്നിട്ടില്ല. പിന്നെ എങ്ങനെ ഇവൻ എന്റെ ഭർത്താവാകും? ഇല്ല, നീ ഇവനെ രക്ഷിക്കാൻ വേണ്ടി പറയാ. അമ്മമ്മേ, ഈ താലി അലോക് എന്റെ കഴുത്തിൽ കെട്ടിയതല്ല. അലോകിനോടുള്ള പ്രതികാരം തീർക്കാൻ ഞാൻ സ്വയം എന്റെ കഴുത്തിൽ കെട്ടിയ താലിയായത്. അവള് കാര്യങ്ങൾ തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് കൃഷ്ണമംഗലത്തിൽ ഇനി അവളെ നിർത്തിയ അമ്മേ, അവളുടെ ഭാവി എന്താവുന്നൊന്ന് ആലോചിച്ച് നോക്ക്.